നാളായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുത്ത് സംസാരിക്കണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ കൈകൊട്ടിക്കളി. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയാണ് കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളി ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പോഴുള്ള ഒരു പക്ഷേ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ശരിക്കും കൈകൊട്ടിക്കളിയാണോ നടക്കുന്നത് അതോ വല്ല ഡപ്പാങ്കൂത്ത് ഡാൻസ് പ്രോഗ്രാമാണോ നടക്കുന്നത്? കൈകൊട്ടിക്കളി എന്താണെന്ന് ശരിക്കും അറിയാതെയാണ് ഓരോരുത്തരും ആ ഒരു കലാരൂപത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തോ ഡപ്പാങ്കൂത്ത് അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാം പോലെ സിനിമാ പാട്ടുകൾ ഇട്ടിട്ടാണ് തകർത്താടുകയാണ് ശരിക്കും ഇവര്. പല ടീമുകളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ അമ്പലങ്ങളിൽ ഇപ്പോൾ കൈകൊട്ടിക്കളി നടത്തുന്നത്. തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ്. പണ്ട് കാലത്ത് സ്ത്രീകൾ അവരുടെ എന്താ പറയുക ഒത്തുകൂടുമ്പോൾ ഉള്ള ആ ഒരു സമയം പോകാനും അതുപോലെ അവരുടെ ഒരു സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവർ കളിച്ചുകൊണ്ടിരുന്ന കളിയാണ് തിരുവാതിര കളി. അത് പ്രത്യേകമായിട്ടും അതിന് പുറകിൽ എന്തോ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആചാരം ഒക്കെ തന്നെ ഉണ്ടും താനും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവുമായിട്ട് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയിട്ട് വ്രതം അനുഷ്ഠിച്ചും ഒക്കെയാണ് ഈ ഒരു തിരുവാതിര കളിക്കുന്നത്. വൃത്താകൃതിയിൽ ഒരു 10ഓളം സ്ത്രീകളൊക്കെ നിന്ന് കളിക്കുന്ന ഒരു കളിയാണ് തിരുവാതിര. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഓണക്കാലങ്ങളിലും തിരുവാതിരക്കളി നടത്താറുണ്ടല്ലോ. അപ്പോൾ നടുക്ക് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് 10ഓളം സ്ത്രീകൾ നിന്നിട്ട് കളിക്കുന്ന ഒരു തിരുവാതിരക്കളി. ഈ പരമ്പരാഗത വേഷമായിരിക്കും ഇവരുടെ വേഷം. സെറ്റും മുണ്ടും അങ്ങനെയൊക്കെയുള്ള പരമ്പരാഗത വേഷമായിരിക്കും, ഹാഫ് സാരി അതുപോലൊക്കെ. ആ പാട്ട് എന്ന് പറയുന്നത് ഇവർ തന്നെ പാടി കളിക്കുന്ന ഇവർ തന്നെ പാടി അങ്ങനെയാണ് ഇവർ നൃത്തം ചെയ്യുന്നത്. വശങ്ങളിലേക്ക് തിരിഞ്ഞും ഇരുന്നും ഈ കുമ്മിയടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ രീതിയിലൊക്കെയാണ് കളിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ കളിക്കുന്നത് പോലെ കിടന്ന് അഴിഞ്ഞാടി എന്നാൽ ഡപ്പാങ്കൂത്ത് കളിക്കുന്നത് പോലെയുള്ള കളിയല്ല. കൈകൊട്ടിക്കളി എന്നതിന് പകരം ഇപ്പൊ കാലുകൊട്ടിക്കളി എന്ന് വേണം നമ്മൾ ആക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ കളിയുടെ പോക്ക്. അതുപോലെ പുരാണ കഥകളിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിയൊക്കെ വർണ്ണിക്കുന്ന രീതിയിലുള്ള പാട്ടുകളോ ഒക്കെ എടുത്തിട്ടാണ് ഇവർ തിരുവാതിര കളി കളിക്കാറുള്ളത്. പക്ഷെ ഇന്നത് മൊത്തം ഡാൻസ് ഐറ്റംസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ പാട്ടുകൾ ഇട്ടിട്ടാണ് ഇവർ കളിക്കുന്നത് മൊത്തം. ഇത് യാതൊരുവിധ ബന്ധവുമില്ല, പുരാണ കഥകളുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഇന്ന് അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ പോയിട്ട് കൈകൊട്ടിക്കളി എന്നുള്ള ഒരു പേര് വെച്ചിട്ട് കളിച്ചു കൂട്ടുന്നത്. ശരിക്കും ഇതൊന്നും ശരിയായ കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. ഈ സിനിമാ പാട്ടിട്ട് ഡാൻസ് കളിക്കണമെങ്കിൽ അത് ഡപ്പാങ്കൂത്ത് സ്റ്റൈലിലേക്ക് കളിച്ചാൽ മതിയല്ലോ. ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ആ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കലയെ അവഹേളിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വൈറലാകാനോ റീച്ചിന് വേണ്ടിയിട്ടോ ഒക്കെ കാണിക്കുന്ന ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്ന അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല രീതിയിൽ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ. പിന്നെ ഇന്റർവ്യൂസ് ആയി ഓൺലൈൻ മീഡിയാസ് ആയി അങ്ങനെ വൈറലാകാൻ വേണ്ടി മൊത്തത്തിലുള്ള കളികളാണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ ഒരു കലയോ അല്ലെങ്കിൽ ആ കലയോടുള്ള സ്നേഹം കൊണ്ടോ ഇപ്പൊ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്താണ് ഇത്തരം കലകൾ എന്ന് പറയുന്നത്. അതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇത്രയധികം കലകളും കലാരൂപങ്ങളും അതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു മിത്തുകളും ഒക്കെ ഉള്ളത്. അത്തരത്തിലൊരു ദൈവികമായ കലയാണ് കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര കളി. അതിനെ ഇത്തരത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായ മോശമായ കാര്യമാണ്. ശരിക്കും ഇതാണ് തിരുവാതിര കളി. എന്ത് ഭംഗിയല്ലേ, നിങ്ങൾ നോക്കിക്കേ. ആദ്യം നമ്മൾ കണ്ട കൈകൊട്ടിക്കളിയേക്കാൾ എന്ത് ഭംഗിയാണ് ഇത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായിട്ടും പരമ്പരാഗതമായി എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് വല്ലാത്ത രീതിയിലേക്ക് ഡപ്പാങ്കൂത്ത് ക്യൂട്ട്നെസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലം മാറുന്നതിനനുസരിച്ച് കോലവും കലാരൂപങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.